ഈ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇന്ന് ചൈന യുണൈറ്റഡ് നേഷൻസിൽ കരച്ചിലോട് കരച്ചിലാണ്. അപ്പോൾ എന്തിനാണ് കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ചൈന ഒരു വിഷയം സംസാരിക്കാൻ താല്പര്യപ്പെടാതെ ഒരുപാട് വിഷയങ്ങൾ ചൈനയ്ക്കുള്ളിൽ നിഗൂഢമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ അവർ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ അവർ വെളിയിൽ പറയാനോ തയ്യാറാവാത്ത ഒരാളാണ്. അൺലെസ് ചൈന എന്തെങ്കിലും പുറത്ത് അറിയിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒഴിയെ നമുക്കറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് വസ്തുത. അപ്പൊ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇന്ന് ചൈന യുണൈറ്റഡ് നേഷൻസിൽ കരച്ചിലോട് കരച്ചിലാണ്. അപ്പോൾ എന്തിനാണ് കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വേറെ ഒന്നുമില്ല. നമ്മൾ കുറെ കാലം കൊണ്ട് ഈ ഒരു പാകിസ്ഥാനികളെ അവിടെ തീവ്രവാദമുണ്ട്, നിങ്ങൾ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ കുറെ ഉണ്ട്, ഇന്ത്യക്കെതിരെ ഇങ്ങനെ ക്രോസ് ബോർഡർ തീവ്രവാദം നടപ്പിലാക്കുന്നുണ്ട്, പാകിസ്ഥാൻ അമിതമായിട്ട് വളർത്തിവിടുന്ന തീവ്രവാദ സംഘടനകൾ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഒരുപാട് തവണ നമ്മൾ UN റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴെല്ലാം നമ്മളെ തടഞ്ഞതാരാണ് നമുക്ക് നന്നായിട്ടറിയാം. പല തവണ ഈ വീറ്റോ പവർ വെച്ച് നമ്മളെ എടുത്തു കളഞ്ഞത്, നമ്മളുടെ ഓരോ തീരുമാനങ്ങളെയും എടുത്തു കളഞ്ഞത് ഈ ചൈനയാണ്. പക്ഷെ അതേ ചൈനയ്ക്ക് ഇന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട്. ആ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എറ്റീം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ എറ്റീം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് തുർക്ക്മനിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ് എന്നാണ് ഇതിന്റെ ഒരു പേര്. ഇവര് എന്താണ് ഇവരുടെ ഒറിജിൻ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവരുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവരെയാണ് ഈ ഷിങ്ജിയാങ് എന്ന് പറഞ്ഞ ചൈനയിലുള്ള ഒരു പ്രൊവിൻസ്. അത് ചൈനയിൽ ആ ഒരു ഭാഷയിലാണ് ഈ ഷിങ്ജിയാങ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ആ ഷിങ്ജിയാങ് പ്രൊവിൻസിലുള്ള ആൾക്കാർ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് തുർക്ക്മനിസ്ഥാനികൾ എന്നാണ്. അതായത് ഈ ഷിങ്ജിയാങ് എന്ന് പറഞ്ഞ പ്രൊവിൻസ് ഈ ചൈന കൈക്കലാക്കി വെച്ചിട്ട് അവിടെ നടത്തുന്ന കൂട്ടക്കൊലകളും അവിടെ നടത്തുന്ന മരുന്ന് പരിശോധനയും, അത് ഇവർ ഈ പുതിയതായിട്ട് റിസർച്ച് ചെയ്ത് ഈ വുഹാനിലൊക്കെ കണ്ടുപിടിക്കുന്ന വൈറസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അസുഖങ്ങളായിക്കോട്ടെ ഇവരൊക്കെ പോയി പരീക്ഷിക്കുന്നത് അവിടെയാണ്. ആ മനുഷ്യരിലാണ് ഇവർ പോയി പരീക്ഷിക്കുന്നത്. അപ്പൊ അവിടെ ഏകദേശം ഈ ഒരു ഷിങ്ജിയാങ് പ്രൊവിൻസിൽ ഏതാണ്ട് ഈ ഒരു ഉയ്ഗൂർ മുസ്ലിംസ് ഏതാണ്ട് ഒരു 3.5 കോടിയോളം വരും. അത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ അതിൽ ഒരു 20 ലക്ഷം ആൾക്കാരെ പിന്നെ അതിക്രൂരമായ രീതിയിൽ ചൈന ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അവരെ ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ട് ഇടുക, ഒരു പരീക്ഷണ വസ്തു ആക്കുക എന്നുള്ളതാണ് ആ ഒരു രീതി. ഇപ്പൊ നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് മതം, ജാതി അതിലുപരിയായിട്ട് ഇപ്പൊ നമ്മൾ ഷിങ്ജിയാങ് പ്രൊവിൻസിലും മാനുഷിക പരിഗണന അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പം ചൈന അതിക്രൂരമായ പീഡന മുറകൾ കൈയാളുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഷിങ്ജിയാങ് പ്രൊവിൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് അത്രമാത്രം ക്രൂരത അനുഭവിച്ച ആൾക്കാർ ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവുകയും അവർ കുറെ ആൾക്കാർ പോയി അതിതീവ്ര നിലപാടുള്ള സംഘടനകളോട് ചേർന്ന് ഇപ്പൊ സിറിയയിൽ ശരിക്കും പറഞ്ഞാൽ അവര് നല്ലൊരു പൊസിഷനിൽ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സിറിയക്കുള്ളിൽ നല്ല രീതിയിൽ ഒരു ഡോമിനേറ്റഡ് ആർമി പേഴ്സണൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് ചൈനയെ ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയം. എന്താണ് ചൈനയുടെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് ചൈന ഇപ്പം യുണൈറ്റഡ് നേഷൻസിൽ വന്ന് കിടന്ന് ഈ ഒരു കൂട്ടക്കരച്ചിൽ നടത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഈ ഒരു എറ്റീം എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയ്ക്ക് യാതൊരുവിധ ഒരു ബേസും ഇല്ലായിരുന്നു. അവർ പോയി ചില തീവ്രവാദ സംഘടനകളോട് ചേർന്നു, അവർ പ്രവർത്തിക്കുന്നു. ആ രീതിയിലാണ് ചൈന ഇതിനെ കണ്ടിരുന്നത്. അപ്പൊ ഇനിയിപ്പോ അഥവാ ഗ്ലോബലി തന്നെ ഒരു ക്വസ്റ്റ്യൻ ചൈനയ്ക്കെതിരെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവരിൽ കുറെ ആൾക്കാർ പോയി ഇങ്ങനെ 2 ഉള്ള സംഘടനകളൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് തീവ്രവാദ സംഘടനയാണ്. അപ്പൊ ഇവരെ തീവ്രവാദികളായിട്ട് മുദ്ര കുത്താൻ വളരെ എളുപ്പത്തിൽ കഴിയും എന്നുള്ളതായിരുന്നു ചൈനയുടെ ഒരു ശക്തിയും ഒരു ധാരണയും. പക്ഷെ ഇതിപ്പോ സംഭവിച്ചെന്ന് പറഞ്ഞാല് സിറിയ ഇപ്പൊ പതിയെ ഡെമോക്രസിയിലോട്ട് മാറി വരികയാണ്. അപ്പൊ ഇതുവരെ തീവ്രവാദികളായിട്ട് ഇരുന്ന ആൾക്കാർ ഇപ്പം ഒരു ഡെമോക്രാറ്റിക് അമേരിക്കയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി ഭരണത്തിൽ കയറാൻ പോകുന്ന ഒരു ഭരണകൂടത്തിന്റെ ഇമ്പോർട്ടന്റ് ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു എറ്റീം എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന ആൾക്കാർ. അപ്പൊ അതിൽ എന്താണ് സംഭവിച്ചത് പറഞ്ഞാൽ, സിറിയക്കുള്ളിൽ അവര് ഈ ഒരു പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഓരോ സെക്ഷനായിട്ട് പല വിഭാഗങ്ങളിലെയും പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അവർ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലേ, നമ്മളെ വ്യാവസായിക വകുപ്പ്, ഹെൽത്ത് വകുപ്പ്, അതുപോലെയൊക്കെ പല വകുപ്പുകളായിട്ട് സിറിയക്കുള്ളിൽ ഇപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിസ്ട്രികൾ, പല മിനിസ്ട്രികൾ അവിടെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊരു മിനിസ്ട്രി ആണല്ലോ ഈ ആർമി എന്ന് പറയുന്നത്, ഡിഫൻസ് മിനിസ്ട്രി. അപ്പൊ അതിൽ ആർമിയിൽ ഏതാണ്ട് 50 ടോപ്പ് റാങ്ക് ഉദ്യോഗസ്ഥരെ എടുത്തിട്ടുണ്ട്. ഈ 50 ടോപ്പ് റാങ്ക് ഉദ്യോഗസ്ഥരെ എടുത്തതിൽ ഏതാണ്ട് 9 പേര് ഈ ഒരു എറ്റീം എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. ഈ എറ്റീം എന്ന് പറഞ്ഞ സംഘടന എത്രമാത്രം ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇതിനെ എതിർത്തുകൊണ്ടാണ്, അതായത് സിറിയ ചൈനയ്ക്കെതിരെ ഒരു കാലത്തും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടുകളുമായിട്ടാണ് ചൈന യുണൈറ്റഡ് നേഷൻസിൽ വന്നിരിക്കുന്നത്. ചൈനയുടെ യുണൈറ്റഡ് നേഷൻസിലെ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന എന്ന് പറഞ്ഞാൽ UN പെർമനന്റ് മെമ്പർ ആണല്ലോ. അപ്പൊ പെർമനന്റ് മെമ്പറായിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അയാളാണ് അവിടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. വളരെ ഡീപ്പായിട്ടാണ് കൺസേൺസ് രേഖപ്പെടുത്തിയത്. ഇതിലിപ്പോ സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ചൈന പല രീതിയിലും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചൈന ഏതാണ്ട് പല രീതിയിലും ടെക്നോളജിക്കലി ഭയങ്കര ഡെവലപ്ഡ് ആണ്. അതൊക്കെ ഓക്കെയാണ്. അവർ ടെക്നോളജിക്കലി വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശരി, നമ്മൾ സമ്മതിച്ചു. അവർ 5th ജനറേഷൻ അതേപോലെ 6th ജനറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഫ്ലൈറ്റുകളും അതിന്റെ പ്രോട്ടോടൈപ്പ് ഒക്കെ അവർ ഇറക്കി കാണിക്കുന്നുണ്ട്.
അതൊക്കെ ശരിയാണ്. 6th ജെൻ സ്റ്റെൽത്ത് ഫൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ റിയാക്ഷൻസ് വന്നത് ഇന്ത്യക്കുള്ളിൽ നിന്നാണ്. കാരണം നമ്മളിപ്പോൾ ഇതുവരെ ഒരു ഫ്ലൈറ്റ് പോലും നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ആക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടുള്ള ഒരു വെപ്രാളവും വേവലാതിയും പിന്നെ ഗവൺമെന്റിനോടുള്ള പരാതിയും ഇതൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ മീഡിയയിൽ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ കുറെ കാണാൻ കഴിഞ്ഞായിരുന്നു. അപ്പൊ അതിൽ 2-3 കാര്യങ്ങൾ എനിക്ക് അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊരു കാര്യം വെച്ചാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ ഇപ്പൊ റഫേൽ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ റഫേൽ ഉണ്ടെന്ന് വെച്ചോ, നമുക്ക് 30-32 സ്ക്വാഡ്രൺ ആണ് നമുക്കുള്ളത് ഇന്ത്യയിൽ ടോട്ടലി. നമ്മൾ അതിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ ഗ്ലോബലി ഒരു വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലുള്ള സ്ക്വാഡ്രണുകളൊന്നും നമ്മൾ വെച്ചിട്ടില്ല. പക്ഷെ നമ്മളുടെ സറൗണ്ടിങ്ങിൽ പിടിച്ചു നിൽക്കാൻ നമുക്കത് മതി. 32-33 സ്ക്വാഡ്രൺ അത് മതി. ഫ്യൂച്ചറിൽ നമുക്ക് ഓൺ മാനുഫാക്ചറിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വർദ്ധിപ്പിക്കാനേ ഉള്ളൂ. കാരണം ഈ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയല്ല. ആ രീതിയിലാണ് നമ്മുടെ എക്കണോമി വീക്ക് ആവും നമ്മളിങ്ങനെ ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ. അപ്പൊ കൃത്യമായിട്ടുള്ള പ്ലാനും അതിന്റെ സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ആയി വരുമ്പോഴാണ് നമ്മൾ പർച്ചേസിങ്ങിന് പോകുന്നത്. ഈ റഫേൽ വിമാനം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല ഊർജ്ജം പകർന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ റഫേൽ എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റ് ഒരുപാട് പ്രൂവൻ ആണ്. സിറിയക്കുള്ളിലൊക്കെ അത് ഓൾറെഡി തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഫൈറ്റർ ജെറ്റുകളാണ് ഞാൻ പറയുന്നത്. റഫേൽ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആണ്, ഓൾറെഡി തന്നെ യുദ്ധമുഖങ്ങളിൽ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ അമേരിക്കയുടെ തന്നെ F-16 ആയിക്കോട്ടെ, F-35 ആയിക്കോട്ടെ, F-15 ആയിക്കോട്ടെ, അത് വളരെ നല്ല രീതിയിൽ ഒരുപാട് വാർ ഫീൽഡുകളിൽ കഴിവ് തെളിയിച്ച സംഗതികളാണ് അതൊക്കെ. ആ ഫൈറ്റർ ജെറ്റുകളൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്തതും വളരെ സക്സസ് റേറ്റ് മികച്ചതായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകളാണ്. ചൈനയുടെ J-10, J-17 ഇതൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ എക്സിബിഷനിൽ കൊണ്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതൊന്നും യുദ്ധമുഖങ്ങളിൽ പോയി കഴിവ് തെളിയിച്ച ഫൈറ്റർ ജെറ്റുകളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കൊണ്ട് നിർത്തി വെച്ച് ഡെമോൺസ്ട്രേറ്റ് കാണിച്ചിട്ട് ആൾക്കാർ വന്നിട്ട് നോക്കും, ഇത് ചൈനയുടെ J-10, J-17 എന്നൊക്കെ നോക്കി പോകാനേ പറ്റുള്ളൂ. അതേ ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. എയർ ഷോകളിലൊക്കെ പങ്കെടുക്കാം, അതൊക്കെ നടന്നിട്ടുള്ളൂ. അതിലുപരിയായിട്ട് ചൈന ഈ ഉണ്ടാക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് എന്തെങ്കിലും മാസീവ് ആയിട്ടുള്ള ഒരു യുദ്ധങ്ങൾ നടത്തി വിജയിച്ചതായിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സഹായിച്ചതായിട്ടോ ഇതുവരെ ഞാനൊരു വാർത്തയും വായിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ചൈന എത്ര വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തോട്ടെ, നമുക്ക് അതിന്റെ വിഷയമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് എത്രമാത്രം യുദ്ധം ഫേസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊരു ചോദ്യചിഹ്നമാണ്. കാരണം വേറൊന്നുമില്ല, ഈ ഓൾറെഡി തന്നെ ഈ ഒരു എറ്റീം എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന ചൈനയ്ക്കെതിരെ ഞങ്ങൾ വരും എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ചൈന ഇതിനെ പേടിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമില്ല, ഈ ചൈനയും അഫ്ഗാനിസ്ഥാന്റെയും ബോർഡറിൽ തൊട്ടടുത്ത് തുർക്ക്മെനിസ്ഥാൻ കിടപ്പുണ്ട്. ഈ അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ വക്കാൻ കോറിഡോറിന്റെ തൊട്ടപ്പുറത്ത് ഈ ഒരു തുർക്ക്മെനിസ്ഥാൻ ബോർഡറിൽ കൃത്യമായിട്ട് ഈ ഒരു എറ്റീം സംഘടന അവിടെ ഉണ്ട്. അവര് കൃത്യമായിട്ട് ചൈനയ്ക്ക് എപ്പോഴും ഒരു ഭീഷണിയായിട്ട് തുടരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൺസേൺ ആണ് ചൈന യുണൈറ്റഡ് നേഷൻസിൽ പറഞ്ഞു വരുന്നത്. നമ്മൾ വർഷങ്ങളോളം 10-30 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പാകിസ്ഥാനെ കുറിച്ച് ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ചൈന വളരെ സുഖമായിട്ട് വീറ്റോ അടിച്ചു പോകുന്നവനാണ്. ഇപ്പൊ ആര് വീറ്റോ അടിക്കും, എന്ത് ചെയ്യും? ചൈനയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പൂട്ട് വീണിരിക്കുകയാണ്. ഇത് ഇനി വരുന്ന ഈ ഒരു 2025-26 4 വർഷമാണ് ഈ ഒരു HTS എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന സിറിയയിൽ ഭരണം നടത്താൻ പോകുന്നത്. അത് ഏതായാലും ഉറപ്പിച്ച കാര്യമാണ്. അപ്പൊ ഈ 4 വർഷം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് US ഇരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അയാൾ തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു HTSന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് CIA ആണ്, അമേരിക്കയുടെ CIA. ഇതേ അമേരിക്കയുടെ CIAയും അമേരിക്കയുടെ പെന്റഗനും രണ്ടാണ് കേട്ടോ. അമേരിക്കയുടെ CIA എന്ന് പറയുന്നത് അവരുടെ ഇന്റലിജൻസ് യൂണിറ്റും അമേരിക്കയുടെ പെന്റഗൻ എന്ന് പറയുന്നത് അവരുടെ മിലിറ്ററി യൂണിറ്റുമാണ്. ഈ രണ്ടുപേർക്കും തമ്മിൽ ചില ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ട്. അത് സിറിയയിൽ അവർ രണ്ടുപേരും മാറി നിന്ന് ചേരിതിരിഞ്ഞ് ആൾക്കാരെ വെച്ച് വഴക്ക് കൂടിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ കഥകളാണ്. പക്ഷെ ഇപ്പൊ CIA ആണ് അമേരിക്കയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അവര് ഈ ഒരു CIA കൃത്യമായിട്ട് ഈ ഒരു ആർമിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതൊരു അവസരമായിട്ടാണ് CIA കണക്കാക്കുന്നത്. CIA കൃത്യമായിട്ട് ഈ ഒരു എറ്റീം എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷനെ വെച്ച് ചൈനയ്ക്ക് ഒരു പണി കൊടുക്കും, പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാൻ ബോർഡർ വഴി. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ താലിബാനെ കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അമേരിക്ക താലിബാനെ കൺട്രോൾ ചെയ്യുന്നത്. താലിബാന്റെ ഇൻഡയറക്റ്റ് സപ്പോർട്ട് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് വഴി എറ്റീമിന് കിട്ടുകയും ചെയ്യും. അതേപോലെ ഈ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ ഈ ഒരു എറ്റീം എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പിന് അവിടെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ അവർ കയറാൻ പറ്റില്ലല്ലോ. അഫ്ഗാനിസ്ഥാൻ ബോർഡറിന്റെ ഉള്ളിൽ തന്നെ ലീഗലി ലെജിറ്റിമേറ്റ്ലി അഫ്ഗാനിസ്ഥാൻ ബോർഡറിന്റെ ഉള്ളിൽ താലിബാൻ എന്നുള്ള വ്യാജ പേരിലാണ് ഇവരവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവരും അതേപോലെ താലിബാന്റെ ഇൻഡയറക്റ്റ് സപ്പോർട്ടോട് കൂടി കൃത്യമായിട്ട് ബാക്കിൽ ഇരുന്ന് തുഴയുന്നത് വേറെ ആരുമല്ല, അമേരിക്ക തന്നെയാണ്, CIA. അവർ തന്നെയാണ് ഇത് വടിയെടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് പതിയെ ചൈനയ്ക്കുള്ളിൽ കടന്നു കയറും. ഇതൊരു വലിയൊരു വിഷയമായിട്ട് മാറി വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ചൈനയ്ക്കുള്ളിൽ നിന്നും ന്യൂസ്, ഇപ്പൊ ചൈനയ്ക്ക് എന്തെങ്കിലും തിരിച്ചടി കിട്ടുന്നുണ്ടെങ്കിൽ ആ വാർത്തയൊന്നും പുറത്തു വരത്തില്ല, അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതിന് ഏതാണ്ട് അമേരിക്കയോ അല്ലെങ്കിൽ CIA പോലത്തെ ഏജന്റുകൾ എന്തെങ്കിലും ഫോട്ടോ എടുത്ത് വെളിയിൽ വിടണം, എന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിന് മറിച്ച് ചൈന വളരെ വിജയകരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അവർ ഒരു പക്ഷേ ചിലപ്പോൾ ഇത് പുറത്തു വിട്ടേക്കാം.
അപ്പൊ ചൈന ഇപ്പൊ നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ചൈന യുണൈറ്റഡ് നേഷൻസിൽ ഇന്ന് രേഖപ്പെടുത്തിയ അവരുടെ കൺസേൺ. അപ്പൊ ചൈന ഇത് യുണൈറ്റഡ് നേഷൻസിൽ മാത്രമാണോ, അല്ലാണ്ടെങ്കിൽ ചൈന ഇതിന് വേറെ ഏതെങ്കിലും രീതിയിൽ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ്. സിറിയയിലെ HTSുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇറാനിലൂടെ ചെയ്യാം. ചൈനയ്ക്ക് ഇപ്പൊ സിറിയയിലുള്ള ഈ ഉയർന്നു വരുന്ന ഈ ഒരു എറ്റിം സംഘടനയോട് ഒരു നെഗോസിയേഷൻ ടോക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ആരാണ് സഹായിക്കുക? അമേരിക്ക സഹായിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ റഷ്യ സഹായിക്കണം. റഷ്യയും അവിടെ നിന്ന് പുറത്താണ്. അപ്പം അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അമേരിക്ക എങ്ങനെ ചൈനയ്ക്ക് ഉള്ളിൽ ഇവരെ കടത്തിവിടാം എന്നുള്ള ആലോചനയിലാണ്. അപ്പൊ ഒരിക്കലും അമേരിക്കയും അവർ സപ്പോർട്ട് ചെയ്യത്തില്ല, അമേരിക്കയെ ട്രസ്റ്റ് ഇല്ല ചൈനയ്ക്ക്. പിന്നെ ആകെയുള്ളത് ഇറാനാണ്. ഇറാൻ ആണെങ്കിലും വേറൊരു അവസ്ഥയിലാണ്. ഈ ഇറാനും റഷ്യയ്ക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ തന്നെ അവർ കിടന്ന് ഇഴയാണ്. പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. ഇസ്രായേൽ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് ചൈനയോട് ഒരു വെറുപ്പുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഹമാസിന്റെ റോക്കറ്റുകളിൽ നിന്നും പിടിച്ചെടുത്ത കുറെ ഈ ഉപകരണങ്ങളുണ്ട്. അതായത് ഈ റോക്കറ്റിന്റെ റോ മെറ്റീരിയൽസ് വന്ന് വീഴുന്നത്, ആ റോക്കറ്റിന്റെ കംപ്ലീറ്റ് സാമഗ്രികളും ചൈന മേഡാണ്. ഈ ചൈനയാണ് ഈ സപ്ലൈ മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഇസ്രായേലിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ അത്ര പെട്ടെന്ന് ചൈനയെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് HTSുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനൊരു റെപ്രസെന്റേറ്റീവിനെ കിട്ടുന്നില്ല, അവർക്ക് ഒരു ഓപ്പൺ ടോക്കിനുള്ള മാർഗമില്ല, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചൈന ശരിക്കും പേടിച്ചിട്ടാണ് യുണൈറ്റഡ് നേഷൻസിൽ ഈ ഒരു സംഗതി തുറന്നു പറഞ്ഞത്. ഇത്രയും നാളും ഈ ഉയ്ഗുർ മുസ്ലിംസിനെ കുറിച്ച് കമ എന്നൊരു അക്ഷരം മിണ്ടാൻ ശ്രമിക്കാതെ കൂട്ടാക്കാത്ത ചൈന അതേ ഉയ്ഗുർ മുസ്ലിംസിനെ കുറിച്ച് കൺസേണോടുകൂടി സംസാരിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നതാണ്. ഇത് ഇന്ത്യ നമ്മൾ കണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കണം. കാരണം നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ കുറെ വർഷങ്ങൾ കൊണ്ട് ഈ ഒരു തീവ്രവാദം. അത് എന്താണെന്നുള്ളത് ചൈനയും കൂടെ അനുഭവിക്കട്ടെ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.